ഇന്ത്യയുടെ 3 മടങ്ങിനോളം വലുപ്പം വരുന്നതും പകൽ സമയം 50 ഡിഗ്രി സെൽഷ്യസ് ചൂടിലും രാത്രി -6 ഡിഗ്രി തണുപ്പിലും വിഭിന്നമായ കാലാവസ്ഥ പ്രകടമാക്കുന്ന ഭൂമിയുടെ ഒരു അത്ഭുത പ്രതിഭാസമാണ് സഹാറ മരുഭൂമി. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സഹാറ മരുഭൂമിയിലേക്കാണ് പോകുന്നത്. 3 ഇന്ത്യ ചേർത്ത് വെച്ചാലാണ് സഹാറ മരുഭൂമിയുടെ വലുപ്പത്തിനൊപ്പം നമുക്ക് എത്താനാവുന്നത്. നോർത്ത് ആഫ്രിക്കയിലാണ് സഹാറ മരുഭൂമി പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നത്. 94 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുകയാണ് സഹാറ മരുഭൂമി. സഹറ എന്ന അറബി വാക്കിൽ നിന്നുമാണ് സഹാറ എന്ന പേരിലേക്ക് എത്തുന്നത്. സഹറ എന്നാൽ മരുഭൂമി എന്നാണ് അറബി വാക്കിൻ്റെ അർത്ഥം. അതിനാൽ തന്നെ സഹാറ എന്ന പേര് പിന്നീട് സ്ഥിരമായിട്ടങ്ങ് മാറുകയായിരുന്നു. നോർത്ത് ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും സഹാറ മൊറോക്കോ, അൾഗേറിയ, ചാഡ്, ഈജിപ്റ്റ്, ലിബിയ എന്നീ പ്രദേശങ്ങളിലൂടെയും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. പല തരത്തിലുള്ള ഫോസിലുകളാണ് സഹാറ മരുഭൂമിയിൽ നിന്നും ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളത്. അമിതമായ ചൂടിൽ സഹാറയുടെ ഉള്ളിൽ അകപ്പെട്ടു പോയ ജീവികൾ വളരെ കാലം അഴുകാതെ കിടക്കുന്നതുകൊണ്ടാണ് നിരവധി ഫോസിലുകൾ ഇവിടെ നിന്നും ലഭിക്കാനുള്ള കാരണം. ഇങ്ങനെ ലഭിച്ച ഫോസിലുകളിൽ പ്രധാനമായിട്ടും ഡൈനോസറുകളുടെ ഫോസിലുകളാണ് ഉൾപ്പെടുന്നത്. മറ്റൊരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സഹാറ മരുഭൂമി ഓരോ വർഷവും അതിൻ്റെ വലിപ്പം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണ്. കഴിഞ്ഞ 100 വർഷങ്ങൾക്കിടയിൽ സഹാറ 10% കൂടുതൽ വലിപ്പത്തിൽ എത്തിച്ചേർന്നു എന്നാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യൻ്റെ ഇടപെടലും ഇതിന് കാരണമായിട്ട് പ്രധാനമായിട്ടും നമ്മൾ കണക്കാക്കപ്പെടുന്നു. ഏകദേശം 30 ലക്ഷത്തിനുള്ളിൽ ആളുകൾ സഹാറയിൽ ജീവിച്ചു വരുന്നു. ജലത്തിൻ്റെ ലഭ്യതയുള്ള മേഖലകളിൽ കൂട്ടം ചേർന്നാണ് ഇവരിങ്ങനെ ജീവിക്കുന്നത്. എത്രമാത്രം ദുസ്സഹമായിരിക്കും അവരുടെ ജീവിതമെന്ന് നമുക്ക് ജസ്റ്റ് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. സഹാറ മരുഭൂമി എന്നാൽ മുഴുവൻ മണൽ നിറഞ്ഞ പ്രദേശമായിട്ടായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ കടന്നു വരിക. എന്നാൽ മണൽത്തിട്ടകൾ മാത്രമല്ല, മലനിരകളും താഴ്വാരങ്ങളുമെല്ലാം സഹാറ മരുഭൂമിയിൽ കാണാനാവും. 70% മലകളും തട്ടുകളുമാണ്. ബാക്കി 30% മാത്രമാണ് മണൽ കൂനകൾ സഹാറ മരുഭൂമിയിൽ കാണപ്പെടുന്നത്. മറ്റൊരു അതിശയിപ്പിക്കുന്ന ഒരു സ്ട്രക്ചർ സഹാറ മരുഭൂമിയിൽ കാണാനാവും. അതിൻ്റെ പേരാണ് ഐ ഓഫ് സഹാറ അല്ലെങ്കിൽ റിച്ചാർഡ് സ്ട്രക്ചർ എന്ന് പറയും. അതായത് ബഹിരാകാശത്തു നിന്നും സഹാറ മരുഭൂമിയെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ, സാറ്റലൈറ്റുകളുടെ സഹായത്തോടെ നിരീക്ഷിക്കുമ്പോൾ സഹാറ മരുഭൂമിയിൽ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ് ഒരു കണ്ണ് പോലെയുള്ള സഹാറ മരുഭൂമിയിലെ ഒരു പ്രത്യേകതരം ഏരിയ. അതാണ് ഐ ഓഫ് സഹാറ അല്ലെങ്കിൽ റിച്ചാർഡ് സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത്. ആദ്യകാലത്തൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത് ഇതൊരു ഉൽക്ക വീണതിൻ്റെ പ്രതിഫലനമായിട്ട് വന്നതാണ് എന്നാണ്. പക്ഷേ പിന്നീട് ഉൽക്ക വീണതിൻ്റെ സാന്നിധ്യം കൊണ്ടല്ല ഇങ്ങനെ ഒരു പ്രതിഭാസം എന്ന് തിരിച്ചറിഞ്ഞു. കാരണം ഉൽക്ക വീണതിൻ്റെ സാന്നിധ്യമാണെങ്കിൽ അതിൻ്റെ ചുറ്റും പാറ ഉരുകിയതിൻ്റെ ലാർവകളോ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒന്നും തന്നെ ഇന്നേ വരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ടായത് എന്നുള്ളത് ഇന്നും അറിയാത്തൊരു സത്യമായിട്ട് അങ്ങനെ അങ്ങ് തുടരുകയാണ്. വളരെ 1000 വർഷങ്ങൾക്ക് മുമ്പ് സഹാറ പച്ചപ്പുള്ള വൃക്ഷമൃഗാദികളുള്ള ഒരു സ്ഥലമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. പിന്നീടുണ്ടായ വരൾച്ചയും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവും മൂലമാണ് സഹാറ ഇന്നീ കാണുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നതായിട്ട് കരുതപ്പെടുന്നു. ഇങ്ങനെ തോന്നാനുള്ള കാരണമെന്ന് പറയുന്നത് ഇവിടെ നിന്നും കണ്ടെത്തിയ നിരവധി ഫോസിലുകളുടെ സാന്നിധ്യമാണ്. എന്നിരുന്നാലും നിരവധി 1000 വർഷങ്ങൾക്ക് ശേഷം സഹാറ വീണ്ടും പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമായിട്ട് മാറുമെന്നാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. സഹാറയിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശമാണ് എമി കൗസി വോൾക്കാനോ എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം കടൽ നിരപ്പിനെക്കാട്ടിലും 3415 മീറ്ററോളം വലിപ്പമുണ്ട്. സഹാറയിൽ നിരവധി ആളുകൾ ജീവിച്ചു വരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അവരുടെ ജീവിതം എളുപ്പമാക്കി തീർക്കാൻ ഒട്ടകങ്ങളുടെ സാന്നിധ്യം വളരെ വലുതാണ്. ഏകദേശം 16 ലക്ഷത്തോളം ഒട്ടകങ്ങൾ സഹാറയിൽ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ തന്നെ നിരവധി ആടുവർഗ്ഗങ്ങളും സഹാറയിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നു. സഹാറയുടെ സഹായത്തോടെയാണ് ആമസോൺ മഴക്കാടുകൾ നിലനിൽക്കുന്നതെന്നത് നമുക്ക് പലർക്കും അറിയാത്തൊരു സത്യമാണ്. എങ്ങനെയാണെന്നാൽ സഹാറയുടെ അന്തരീക്ഷത്തിൽ നിന്നും പറന്നു വരുന്ന മണൽക്കാറ്റിൽ 22,000 ടണ്ണിലധികം ഫോസ്ഫറസിൻ്റെ സാന്നിധ്യമുണ്ട്. ഇത് ഓരോ വർഷവും ആമസോൺ കാട്ടിലേക്ക് എത്തുന്നു. സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ വളർച്ചയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ സഹാറ മരുഭൂമിയാണ് ആമസോൺ കാടുകളെ വളർത്തുന്നത് എന്ന് പറയാം. അങ്ങനെ വളരെയധികം ബന്ധം സഹാറ മരുഭൂമിയും ആമസോൺ മഴക്കാടുകളിലും തമ്മിലുണ്ട്. സഹാറയിലെ
മണൽക്കാറ്റുകൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് സാധ്യമായി വരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഭൂമിയുടെ ഒരു അത്ഭുതമായിട്ട് സഹാറ മരുഭൂമി എന്നും ഇങ്ങനെ നിലകൊണ്ടുവരുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.